ഹലോ, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് എൻ്റെ പിറന്നാൾ വീഡിയോ ആണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കഴിഞ്ഞ 30-ാം തീയതി ആയിരുന്നു കേട്ടോ, അതായത് ഒക്ടോബർ 30-നായിരുന്നു കേട്ടോ എൻ്റെ പിറന്നാൾ. അപ്പോൾ അന്ന് ഞങ്ങൾ പതിവിലും വിപരീതമായി, അതായത് എല്ലാ വർഷവും നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുമ്പോൾ ഇപ്രാവശ്യം സാക്ഷാൽ അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കാനാണ് പോയത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച്, അതായത് തുലാമാസത്തിൽ ഞങ്ങളൊരു തീർത്ഥയാത്ര പോകാറുണ്ട്. മണ്ണാറശാലയും അവിടുന്ന് അമ്പലപ്പുഴ തിരിച്ച് ഓച്ചിറയും കൂടെ കയറിയിട്ടാണ് നമ്മൾ തിരിച്ചു വരാറ്. ഇതുവരെ പോയപ്പോഴൊന്നും കൃത്യമായി ബർത്ത്ഡേയുടെ ഡേറ്റിന്, അതായത് പിറന്നാൾ ദിവസം പോയിട്ടില്ല. അതിനു മുന്നോ പിന്നോ ആയിരിക്കും പോകുന്നത്. ഇതാദ്യമായിട്ടാണ് പിറന്നാൾ ദിവസം തന്നെ ഈ അമ്പലങ്ങളിലൊക്കെ പോകുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടുള്ള മണ്ണാറശാലയിലേക്കാണ്. മണ്ണാറശാല എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. അവിടുത്തെ കാവും ആ ഒരു അന്തരീക്ഷവും, അതായത് ആ പ്രകൃതിയും മനുഷ്യനും നാഗങ്ങളും ഒക്കെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇങ്ങനെ പോകുമ്പോൾ അവിടെ ആദ്യമായി പോകുന്നത് പോലെയുള്ളൊരു എക്സൈറ്റ്മെൻ്റാണ് മണ്ണാറശാലയിൽ പോകുമ്പോൾ. മണ്ണാറശാലയ്ക്ക് ഈ പേര് വന്നതിന് പിറകിലൊരു ഐതിഹ്യമുണ്ട്, അതായത് ഒരു കഥയുണ്ട്. പണ്ട് ഇന്ദ്രപ്രസ്ഥം പണി കഴിപ്പിക്കാനായി അർജുനൻ ഖാണ്ഡവവനം തീയിടുകയും ആ തീ കിഴക്കോട്ട് പടർന്ന് പരശുരാമൻ പണി കഴിപ്പിച്ച ഈ ക്ഷേത്ര പരിസരത്ത് എത്തിയെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ട് വിഷമിച്ച ഇവിടുത്തെ അന്തർജനങ്ങൾ സർപ്പങ്ങളെ രക്ഷിക്കാനായി, അതായത് സർപ്പങ്ങൾ ഈ ചൂടത്ത് ഓടി പരക്കം പായായിരുന്നു. അപ്പോൾ സർപ്പങ്ങളെ രക്ഷിക്കാനായിട്ട് അടുത്തുള്ളൊരു കുളത്തിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ച് മണ്ണൊക്കെ തണുപ്പിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ മണ്ണാറിയ ശാല എന്നറിയപ്പെട്ടു എന്നും പിൽക്കാലത്ത് അത് മണ്ണാറശാലയായി മാറിയെന്നുമാണ് പറയപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ത്രീകളാണ് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. ഈ തീയിലൊക്കെ പെട്ട് അവശനായിരുന്ന സർപ്പങ്ങളെ പരിപാലിച്ചു വന്ന വസുദേവൻ ശ്രീദേവി എന്ന് പറയുന്ന ദമ്പതികൾക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നത്രേ. അപ്പോൾ ഇവരിൽ പ്രീതിപ്പെട്ട നാഗരാജാവ് ഇവർക്ക് അനുഗ്രഹം കൊടുത്തു. അങ്ങനെ ശ്രീദേവി അന്തർജനം പ്രസവിച്ച ഇരട്ട കുട്ടികളിൽ ഒരു ആൺകുഞ്ഞും ഒരു സർപ്പക്കുഞ്ഞുമായിരുന്നു. ആ സർപ്പക്കുഞ്ഞ് സാക്ഷാൽ നാഗരാജാവായിരുന്നത്രേ. അവതാര ഉദ്ദേശമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇല്ലത്തെ നിലവറയിലേക്ക് മടങ്ങിയെന്നാണ് പറയുന്നത്. വർഷത്തിൽ ഒരു പ്രാവശ്യം നിലവറയ്ക്കുള്ളിൽ വന്ന് തൻ്റെ അമ്മയ്ക്ക് മാത്രം പൂജ ചെയ്യാമെന്ന് അനുഗ്രഹവും കൊടുത്തെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അന്നു മുതൽക്കേ ആ ഇല്ലത്തിലെ മൂത്ത അമ്മയാണ്, വലിയമ്മയെന്നാണ് പറയുന്നത്, മൂത്ത അമ്മയാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു വരുന്നത്. അങ്ങനെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ചെറിയ രീതിയിലൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരികെ പോകുന്നതിന് മുൻപ് മോൾക്ക് വിശന്നിട്ട് ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്ന ദോശയൊക്കെ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു, അതായത് കാറിലിരുന്ന് കഴിച്ചു. അവിടെയൊക്കെ ഇപ്പം മണ്ണാറശാല ആയില്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുലാമാസത്തിലെ ആയില്യമാണ് മണ്ണാറശാല ആയില്യമായിട്ട് കൊണ്ടാടുന്നത്. ഇനി നമ്മൾ പോകുന്നത് സാക്ഷാൽ അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കാനാണ്, അമ്പലപ്പുഴയിലെ ഉണ്ണിക്കണ്ണനെ കാണാൻ. പണ്ട് പുരാതന കാലങ്ങൾ മുതലേ ഉള്ള കെട്ടിടങ്ങളൊക്കെ അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് അമ്പലപ്പുഴ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളെപ്പോഴും അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിൽ കൂടിയാണ് കേട്ടോ കയറാറ്. പടിഞ്ഞാറ് നടയിലിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറിയിട്ടാണ് നമുക്ക് കാറിനുള്ള പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളത്. അപ്പോൾ അവിടെ പാർക്കിങ്ങിന് 30 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നടന്ന് പടിഞ്ഞാറേ നടവഴി കയറുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഒരുപാട് സ്റ്റാളുകളുള്ളത്. രാവിലെ വന്നു കഴിഞ്ഞാൽ സ്റ്റോൾസ് ഒന്നും ഓപ്പൺ ആയിരിക്കില്ല, ചെറിയ പൂക്കടകൾ മാത്രമേ കാണുള്ളൂ. ഉച്ചയ്ക്ക് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരുപാട് കടകൾ കാണാം. നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ, അതായത് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ ഒരുപാട് സാധനം നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ.
എൻ്റെ മോളും ഇപ്പം 3ാമത്തെ തവണയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തുന്നത്. മോൾക്ക് 2 ചോറൂണുണ്ടായിരുന്നു. എൻ്റെ ഏട്ടൻ്റെ ആഗ്രഹപ്രകാരം തിരുമുല്ലാവാരം ക്ഷേത്രത്തിലും എൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ അമ്പലപ്പുഴയിലും കൊണ്ടുപോയി, അങ്ങനെ 2 ഇടത്ത് കൊണ്ടുപോയി ചോറൂണ് നടത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ചോറൂണിന് ശേഷം ഇപ്പോൾ 3ാമത്തെ തവണയാണ് മോളും അമ്പലപ്പുഴയിലെത്തുന്നത്. ഇവിടെ പാൽപ്പായസത്തിന് പുറമെ തൃക്കൈ വെണ്ണയും ത്രിമധുരവുമാണ് മറ്റു പ്രധാന നിവേദ്യങ്ങൾ. അതുപോലെ നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ഗോപാല കഷായം എന്നാണ് കേട്ടോ പറയുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസം കിട്ടാനായിട്ട് നമ്മൾക്ക് 2 വഴികളാണുള്ളത്. ഒന്ന്, ഒരാഴ്ച മുന്നേ നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വരുന്ന ദിവസം അവിടെ ക്യൂ നിൽക്കണം. ഈ ക്യൂ തന്നെ 2ആയിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് തീരുന്ന ഒരു ക്യൂ ഉണ്ട്, ഇതാണ് പ്രധാന ക്യൂ. ഇവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പാൽപ്പായസം വിതരണം ചെയ്യാനാണ് അടുത്ത ക്യൂ. അത് ഏതാണ്ട് 11:30 ആകുമ്പോൾ തന്നെ ആ ക്യൂവും ഭക്തജനങ്ങൾ നിരന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ ക്യൂ വഴി റെസിപ്റ്റ് കൊടുക്കുന്നത് ഏകദേശം 1 മണി കഴിഞ്ഞിട്ടാണ്. അതായത് 1 മണിക്ക് പാൽപ്പായസ വിതരണം തുടങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 1:30 കഴിഞ്ഞിട്ടായിരിക്കും ഈ കൗണ്ടർ ഓപ്പൺ ആവുന്നത്. ചില സമയങ്ങളിൽ ഈ ക്യൂവിൽ ലാസ്റ്റ് നിൽക്കുന്നവർക്ക് പാൽപ്പായസം കിട്ടാതെയും വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പറ്റുമെങ്കിൽ ആദ്യത്തെ ക്യൂവിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കണം. ഇവിടെ പാൽപ്പായസത്തിൽ പഞ്ചസാര ചേർക്കാറാവുമ്പോൾ ഒരു പഞ്ചാര വിളിയുണ്ട്, വാസുദേവാന്ന് നീട്ടി വിളിച്ചൊരു പഞ്ചാര വിളി. ഇത് കേൾക്കാനായിട്ട് ഭക്തജനങ്ങൾ കാത്തു നിൽക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ ലേറ്റായിട്ട് പോയതുകൊണ്ട് തന്നെ 11:30-ക്ക് ശേഷമുള്ള ക്യൂവിലായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാനേ സാധിച്ചുള്ളൂ. പഞ്ചസാര കൊണ്ടുപോകുന്നത് കണ്ടു, പക്ഷേ വാസുദേവാന്ന് നീട്ടി വിളിക്കുന്നത് കാണാൻ സാധിച്ചില്ല. നമ്മൾ പാൽപ്പായസത്തിന് ക്യൂ നിൽക്കുന്നതിനടുത്ത് തന്നെയാണ് കേട്ടോ ഗുരുവായൂർ നടയുള്ളത്. പാൽപ്പായസം കുടിക്കാൻ വേണ്ടി സാക്ഷാൽ ഗുരുവായൂരപ്പൻ എല്ലാ ദിവസവും ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം, അതായത് ഗുരുവായൂർ അമ്പലത്തിലെ ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം അമ്പലപ്പുഴയിലെത്തുമെന്നാണ് പറയുന്നത്. ഇവിടെ പാൽപ്പായസം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ മണിക്കിണറിലെ വെള്ളവും ഇവിടുത്തെ തന്നെ പശുവിൻ്റെ പാലും നെയ്യും ഒക്കെ ഉപയോഗിച്ചാണ്. പുറത്ത് എവിടെ കൊണ്ടുപോയിട്ടും ഇതേ റെസിപ്പി ഫോളോ ചെയ്ത് നമ്മൾ ചെയ്താൽ പോലും ഇവിടെ അമ്പലത്തിനകത്ത് വെച്ചുണ്ടാക്കുന്ന പാൽപ്പായസത്തിൻ്റെ രുചി കിട്ടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ പാൽപ്പായസം വെച്ച പാത്രത്തിൽ പറ്റിയിരിക്കുന്ന ആ കട്ടിയുള്ള ഭാഗമുണ്ടല്ലോ, അത് ചുരണ്ടിയിട്ട് നമുക്ക് പാൽ ചുരണ്ടി എന്നും പറഞ്ഞു കിട്ടും. ഭയങ്കര മധുരമാണെന്നാണ് കേട്ടോ പറയുന്നത്, നല്ല സ്വാദാണെന്നാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാനൊന്ന് തിരക്കിയായിരുന്നു നമുക്ക് കിട്ടുമോയെന്ന്. പക്ഷെ അന്നേരം അറിയാൻ സാധിച്ചത് ഇത് പാൽപ്പായസം ഉണ്ടാക്കുന്ന ശാന്തിയാണ് ഇതിൻ്റെ ലോഗൊക്കെ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. അത് ആർക്ക് കൊടുക്കണമെന്നൊക്കെ ഉള്ളത് ഒരു ദിവസം ഒരാൾക്കേ കിട്ടുള്ളൂ. അതും അന്നന്ന് നമ്മൾ ചെന്ന് ചോദിച്ചാൽ കിട്ടില്ല, കുറേ നാളത്തേക്ക് അത് ബുക്കിംഗ് ഉണ്ടായിരിക്കുമെന്ന്. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഈ അടുത്തൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് കേട്ടോ. അപ്പോൾ നേരത്തെ അത് ബുക്ക് ചെയ്താൽ ഒരാൾക്ക് ഒരു ദിവസം ഈ പാൽ ചുരണ്ടി കിട്ടും കേട്ടോ. അങ്ങനെ ഏകദേശം 1:30 കഴിഞ്ഞപ്പോൾ കൗണ്ടർ തുറന്നു. നമ്മൾ 1 ലിറ്റർ പാൽപ്പായസമാണ് വാങ്ങിയത്. 1 ലിറ്ററിന് 160 രൂപയും 1/2 ലിറ്ററിന് 80 രൂപയുമാണ് വില. അങ്ങനെ പാൽപ്പായസമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അടുത്തതായി പോയത് ഓച്ചിറയിലേക്കാണ്. വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ശ്രീകോവിലില്ല, 2 ആൽത്തറകളാണ് ഉള്ളത്. അവിടെയാണ് പ്രധാന പൂജകളെല്ലാം. ഒന്നിൽ ശിവനും ഒന്നിൽ മഹാവിഷ്ണുവാണ് ഇവിടെ കുടികൊള്ളുന്നത്. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ നന്ദികേശന്മാരൊക്കെ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ അവരെയും തൊട്ട് വണങ്ങിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുന്നത്. വൃശ്ചിക മാസത്തിലെ 12 വിളക്കിനായിട്ടുള്ള തയ്യാറെടുപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വൃശ്ചിക മാസത്തിലെ 12 വിളക്ക് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ കുടില് കെട്ടിയുള്ള ഭജനമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുടിലുകൾ കെട്ടാനുള്ള തുടക്കത്തിലാണ് ഇവിടെ ചുറ്റും. അതുപോലെ ഇവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു.
ഏകദേശം 2.5 ഏക്കറിലോളം നിരന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ആൽത്തറകളും കാവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. 12 വിളക്ക് കൂടാതെ 28-ാം ഓണം ഇവിടെ ഭയങ്കര വിശേഷമാണ്. 28-ാം ഓണത്തിനാണ് ഇവിടുത്തെ കാളകെട്ടൊക്കെ ഉള്ളത്. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമുക്കിനി മടക്കയാത്രയാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. വരുന്ന വഴിക്ക് നമ്മൾ പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് ബിരിയാണിയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഓച്ചിറയും കൂടെ കയറി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ പോയത് ഞങ്ങൾ സ്ഥിരം പോകുന്ന അഴീക്കൽ ബീച്ചിലേക്കാണ്. അഴീക്കൽ ബീച്ചിൽ പോവുകയാണെങ്കിൽ ആദ്യം വലിയഴീക്കൽ പാലം ഒന്ന് കയറി കറങ്ങുന്നത് ഞങ്ങളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇതാ ഈ പാലം കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ് കേട്ടോ. അങ്ങനെ പാലമൊക്കെ കയറി ചുറ്റി കണ്ടിട്ട് അവിടുത്തെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസിൻ്റെ മുന്നിൽ കൂടി, ലൈറ്റ് ഹൗസിൽ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല, ഇനി ഒരിക്കൽ പോകുമ്പോൾ കയറണം. അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ മുന്നിൽ കൂടെ പോയിട്ട് അവിടുത്തെ ഹാർബറിൻ്റെ അടുത്ത് വരെ പോയി നിന്നാൽ ആ ഹാർബറിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഈ പാലത്തിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. അവിടെ പോയി കുറച്ച് നേരമൊക്കെ നിന്ന് തിരിച്ച് അഴീക്കൽ ബീച്ചിലേക്ക് പോകും. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം പരിപാടി. അങ്ങനെ ഞങ്ങൾ പാലമൊക്കെ ചുറ്റി കണ്ട് തിരിച്ച് അഴീക്കൽ ബീച്ചിലെത്തി. അഴീക്കൽ ബീച്ചിൽ പേ പാർക്കിംഗ് ആണ്. അത് മുട്ടിൻ്റെ അടുത്തോട്ടായാലും അപ്പുറത്തെ സൈഡിലായാലും രണ്ടിടത്തും പേ പാർക്കിംഗ് ആണ്. 30 രൂപയാണ് പാർക്കിംഗ് ഫീ. ഞങ്ങൾക്ക് എന്തായാലും കടലിനോട് നോക്കി തന്നെ ഒരു നല്ല സ്പോട്ട് കിട്ടി. അപ്പോൾ അവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ പാഴ്സൽ മേടിച്ച ബിരിയാണി കഴിക്കലാണ് കേട്ടോ അടുത്ത പരിപാടി. അപ്പോൾ പാത്രമൊക്കെ കയ്യിലുണ്ടായിരുന്നു, ചെറിയ ചോറ്റുപാത്രമൊക്കെ ഉണ്ടായിരുന്നു, ദോശയൊക്കെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതിലൊക്കെ ഇട്ട് ഞങ്ങൾ പകുത്ത് അവിടെ ഇരുന്ന് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാല് നനയ്ക്കാനായിട്ട് ബീച്ചിലേക്ക് ഇറങ്ങി. ഇമ്മക്കുട്ടിക്ക് ബീച്ചിൽ ഇറങ്ങണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ബീച്ച് ഇച്ചിരി കയറിയൊക്കെ കിടക്കുകയാണ്. ചില തിരകളൊക്കെ വന്നിട്ട് നമ്മൾ സ്റ്റെപ്പൊക്കെ ഉള്ള ഭാഗം വരെയും തിരകൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കാലൊക്കെ നനച്ച് ഒരുപാട് എൻജോയ് ചെയ്ത് നല്ലൊരു സൂര്യാസ്തമനമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അങ്ങനെ പിറന്നാളായിട്ടൊരു 1 ഡേ ട്രിപ്പ് തന്നെ അങ്ങ് നടത്തിയിട്ടാണ് വീട്ടിലെത്തിയത്. ഒരു അടിപൊളി ദിവസമായിരുന്നു. കുറേ നല്ല നല്ല മെമ്മറീസൊക്കെ കിട്ടി. അതുപോലെ അവസാനം ആ അഴീക്കൽ ബീച്ചിൽ വന്നിട്ട് ബീച്ചിൽ ഇറങ്ങിയതൊക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു സൺസെറ്റൊക്കെ ആയിരുന്നു കണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.